മോർണിംഗ്. ഓക്കെ, അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സുപ്രഭാതം. അപ്പോൾ ഇന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ബിവോൾ ബിറ്റർബേവ് രണ്ടാമത്തെ ഫൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താ പറയുകയല്ലേ, ഞാൻ നോക്കിയിട്ട് ഓക്കെ ബിവോൾ ജയിച്ചു. കൺഗ്രാജുലേഷൻസ്. അതാണ് ഇപ്പോഴത്തെ വാർത്തയെന്ന് പറയുന്നത്. ഡിമിട്രി ബിവോൾ ജയിച്ചിരിക്കുകയാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പേരും വിജയിച്ച പോലെയാണ്. കാരണം നമ്മൾ ഇത്തിരി കൂടി ഫിലോസഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് പേരും വളരെ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള വ്യക്തികളാണ്, ഫൈറ്റേഴ്സാണ്, ഇൻഡിവിജ്വൽസാണ്. കാരണം ഈ മറ്റേ തുർക്കി ഷെയ്ക്കൊക്കെ അദ്ദേഹമൊക്കെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇവർക്ക് എന്തുമാത്രം ധനം, ക്യാഷ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഫൈറ്റിൽ കുറേ ക്യാഷ് ഉണ്ടാക്കി, ഇത്രയും നാളായിട്ട് ക്യാഷ് ഉണ്ടാക്കുമായിരുന്നു. ആദ്യത്തെ ഫൈറ്റിൽ കുറേ ക്യാഷ് ഉണ്ടാക്കി, ഇപ്പോഴും ഉണ്ടാക്കി. ഞാൻ നോക്കിയിട്ട് ബിവോളിനെ വിജയി ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ബിറ്റർബേവിൻ്റെ മുഖത്ത് അങ്ങനെ വലിയ നിരാശയൊന്നും കണ്ടില്ല. ഓക്കെ, ഒരു കളി ജയിച്ചു തോറ്റു, അത്രയേ ഉള്ളൂ. ഹീസ് ഹാപ്പി. കാരണം അത്രമാത്രം ക്യാഷ് കിട്ടുന്നുണ്ട്. അതായത് ഇവരുടെ ഹാർഡ് വർക്കിന് ഇവർക്ക് ഉള്ള റിവാർഡ് ആവശ്യത്തിൽ കൂടുതൽ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ഇനിയിപ്പം ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബിവോളിന് 34 വയസ്സാണെന്നാണ് എൻ്റെ ഒരു എസ്റ്റിമേറ്റ്, 34 വയസ്സ്. പക്ഷേ ബിറ്റർബേവിന് ഏകദേശം 40 വയസ്സാകുന്നു. ദാറ്റ് ഈസ് ടു ഓൾഡ് ടു ബി ഇൻ ദി കോമ്പറ്റീറ്റീവ് സർക്യൂട്ട്. നല്ല പ്രായമാണ് 40 എന്ന് പറയുമ്പോൾ. ഒരു ബോക്സിങ്, ഹൈ ലെവൽ ബോക്സിങ് ഇതിലെ 34 നമുക്ക് ഇതാക്കാം, ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിയിൽ. പക്ഷെ 40 എന്ന് പറയുമ്പോൾ അയാളെ സമ്മതിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് സാധിക്കുന്നത് ഈ 40-40 വയസ്സിൽ എത്രമാത്രം, ഇത് വെറുതെ വന്നങ്ങ് ഫൈറ്റ് ചെയ്യലല്ലോ, എത്രമാത്രം ഗ്രൂവലിംഗ് ആയിട്ടുള്ള, ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രാക്ടീസിലൂടെ കടന്നു വന്ന് ഇതിൽ പങ്കെടുക്കണമെങ്കിൽ, അതും 1-2 റൗണ്ടൊന്നുമല്ല, 12 റൗണ്ട് നിന്ന് പോരാടണമെങ്കിൽ എന്തായിരിക്കും ജെനറ്റിക്സ്. ഇപ്പോൾ ജെനറ്റിക്സിനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു റഷ്യൻ ജെനറ്റിക്സ് അല്ലേ, ഈ റഷ്യൻ ജെനറ്റിക്സ് എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളിപ്പോൾ UFC-യിലായാലും MMA-യിലായാലും നമ്മൾ കാണുന്നുണ്ട് ദാഗിസ്ഥാനി ജെനറ്റിക്സ്, ജോർജിയൻ ജെനറ്റിക്സ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്, ഓസം, സർപ്രൈസിങ്. ഇപ്പോൾ ഡിമിട്രി ബിവോളിൻ്റെ എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും, ബിവോൾ ആൻഡ് ബിറ്റർബേവ്, രണ്ടുപേരും റഷ്യൻ ഇതാണ്. അപ്പോൾ ബിവോൾ റഷ്യയിൽ എക്സാക്ട്ലി എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനനമൊക്കെ കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു ഫാദർ റഷ്യനും മദർ കൊറിയൻ ഇതുമാണ്. പിന്നീട് അവർ റഷ്യയിലേക്ക് വന്നു എന്നുള്ളതാണ്. റഷ്യൻ ഒറിജിനാണ് അവർ ബേസിക്കലി. പിന്നെ അവർ റഷ്യയിൽ വന്ന് ഇതായി, കിർഗിസ്ഥാനിലായിരുന്നു തോന്നുന്നു ഒരു ചെറുപ്പകാലമൊക്കെ പുള്ളിയുടെ, ഏത് ബിവോളിൻ്റെ. ഇതേപോലെ ബിറ്റർബേവ് നമ്മുടെ പരിചിതമായിട്ടുള്ള 2 ഒറിജിനാണ് പുള്ളിക്കുള്ളത്. റഷ്യയാണ് പുള്ളിക്കാരനും. പക്ഷേ ചേച്ചന്യ നമ്മുടെ ഹംസത്തിൻ്റെ ആൻഡ് ദാഗിസ്ഥാൻ, അവിടെ നിന്നുള്ള ഒറിജിനൊക്കെയാണ് പുള്ളി ബിറ്റർബേവ്, ആർത്തർ ബിറ്റർബേവ്. അപ്പോൾ ഈ റഷ്യൻ ആ ഒരു സംഭവം അവരുടെ ശരീരഘടന കോമ്പാറ്റിന് വേണ്ടിയിട്ടുള്ളതാണോ എന്നൊരു റിസർച്ച് നടത്തേണ്ടിയിരിക്കുന്നു. എനിവേസ്, ഇപ്പോഴും അതിൻ്റെ ഹൈലൈറ്റ് കിടപ്പുണ്ട്, നെറ്റിൽ കിടപ്പുണ്ട്. അതിൻ്റെ തന്നെ സംഘാടകർ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഹൈലൈറ്റ്. പക്ഷേ അത്യാവശ്യം നീറ്റാണ്, ഡീസൻ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ബോക്സിങ് 12 റൗണ്ടുള്ള ഈ ബോക്സിങ് എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ്. കാണികളെല്ലാവരും ഹാപ്പിയാണ്. നിങ്ങൾ നോക്കിക്കോ, കമൻറ്റ് നോക്കിക്കോ, എല്ലാവരും ഹാപ്പിയാണ്. ഒരു നല്ല പോരാട്ടം കണ്ടതിൻ്റെ ആ ഒരു സന്തുഷ്ടി, സന്തോഷം എന്നൊക്കെ പറയത്തില്ലേ, അത് എല്ലാവർക്കും ഉണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. നല്ലൊരു പെർഫോമൻസ്. അവർ ക്യാഷ് ഉണ്ടാക്കി, ബിവോളും ബിറ്റർബേവും ക്യാഷ് ഉണ്ടാക്കി, നാട്ടുകാരെ ഹാപ്പിയാക്കി. ഇനി എന്ത് വേണം? അതാണ് ഞാൻ മുമ്പേ ആദ്യം തന്നെ പറഞ്ഞത്, സക്സസ്ഫുൾ ഇൻഡിവിജ്വൽസ്. അപ്പോൾ എനിക്കിനി തോന്നുന്നു ഇനിയൊരു 1-1 ആയല്ലോ. അപ്പം ഇങ്ങനെ ഓൾറെഡി കമൻറ്റിലും പിന്നെ വേറെയും വ്ളോഗേഴ്സൊക്കെ പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അതായത് ഇനിയൊരു 3ാമത്തെ അംഗത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും
ഇവരിതേപോലെ തന്നെ ക്യാഷ് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല, ആ രീതിയിലുള്ള ക്യാഷായിരിക്കും. അപ്പം ഞാൻ ഈ ക്യാഷ് എന്ന് പറയുന്നത് ഞാൻ നേർവഴിക്കുണ്ടാക്കിയതാണല്ലോ. ഏത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു വിനോദമായിട്ടുള്ള സ്പോർട്സിൽ പങ്കെടുത്ത് ഉണ്ടാക്കിയ ക്യാഷാണ്. സോ അതിൽ അഭിമാനിക്കാം. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. പിന്നെ ടെക്നിക് വൈസ് പറയുകയാണെങ്കിൽ ഓക്കെ, ബിവോൾ ജയിച്ചു, സമ്മതിച്ചു. പക്ഷേ രണ്ടും കാണാൻ പറ്റി. അതായത് ബിവോളിൻ്റെ ഡിഫൻസ് ഗെയിം, കൗണ്ടർ സ്ട്രൈക്സും, പിന്നെ ബിറ്റർ വേവിൻ്റെ എപ്പോഴത്തെയും പോലുള്ള മുന്നോട്ട് കയറിയുള്ള അഗ്രസീവ്നെസ്, നല്ലൊരു ബോക്സിങ്. ഇത് ഈ ക്രിക്കറ്റിൽ നമ്മൾ പറയത്തില്ലേ, ക്രിക്കറ്റിൽ സാധാരണ ഇപ്പോൾ എല്ലാവരും കാണുന്നത് 2020 ഒക്കെയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ 50 ഓവേഴ്സും ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഒരു 12 റൗണ്ടുള്ള ട്രഡീഷണൽ ബോക്സിംഗ് ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന, അത് ഒറിജിനൽ കോമ്പാറ്റ് സ്പോർട്സ് ആരാധകർക്ക് എപ്പോഴും ഇഷ്ടമാണ് അത് കാണാൻ. നമുക്ക് അതായത് MMA പോലെ അല്ല, MMA 5 റൗണ്ടേ ഉള്ളൂ, ഇത് 12 റൗണ്ടാണ്. അപ്പം ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. അതായത് പരിക്ക് പറ്റാതെ, നമ്മൾ കണ്ടിട്ടുണ്ട് ബോക്സിങ്ങിൽ നമ്മൾ 12 റൗണ്ടൊക്കെ പോകുമ്പോൾ വലിയ വലിയ ഇഞ്ചുറിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരും അത്രയും ട്രെയിൻഡ് ആയതുകൊണ്ടാണ് ഇഞ്ചുറി പറ്റാതെ രണ്ടുപേരും സക്സസ്ഫുള്ളായിട്ട് ഡിഫെൻഡ് ചെയ്ത്, ഒരാൾ ജയിച്ചു തോറ്റു, അത് കളിയാണല്ലോ, നമ്മൾ അങ്ങനെ നടക്കും. രണ്ടുപേരും ഹാപ്പി ആയിട്ട്, നിങ്ങൾ നോക്കിയാൽ മതി, ബിറ്റർ ബേവ് തോറ്റു എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഫേസ് നോക്കിയാൽ മതി, അങ്ങനെ വലിയ ദുഃഖമൊന്നുമില്ല. പുള്ളിക്കറിയാം ഓക്കെ ഒരു കളി തോറ്റെന്നുള്ള ഇതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ബിവോൾ വളരെ ഹാപ്പി ആയിരുന്നു. ബിവോൾ അവർ നോക്കിയിരിക്കുകയായിരുന്നു ഈ ഒരു വിജയം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ടെക്നിക്കൽ ഒരു ഉത്സവമായിരുന്നു എന്ന് പറയാം ഈ 12 റൗണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ഇറക്കുന്ന ബോക്സിംഗ് ആരാധകർക്കാണ്. MMA ആരാധകർക്ക് ഓക്കെ, ചാനൽ തന്നെ MMA കാർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ബോക്സിംഗ് നമ്മൾ എപ്പോഴും വീഡിയോ ഇട്ടാലും നല്ലൊരു കാണികൾ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഈ ഫൈറ്റിനെ കുറിച്ചിട്ട് രേഖപ്പെടുത്തുക. ആദ്യത്തെ ഫൈറ്റ്, ഈ രണ്ടാമത്തെ ഫൈറ്റ്, മൂന്നാമത്തെ ഒരു ഫൈറ്റ് ഉണ്ടാകുമോ? ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ബിറ്റർ ബേവ് ചിലപ്പോൾ റിട്ടയർ ചെയ്യുമായിരിക്കാം. അപ്പോൾ ഈ ഒരു ഫൈറ്റ് കൊണ്ടുവന്നതിന് അതിൻ്റെ സംഘാടകർക്കും വേണ്ടപ്പെട്ട അധികാരികൾക്കുമൊക്കെ നമുക്ക് താങ്ക്സ് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതായത് ഈ ഹൈലൈറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ ഇട്ടിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോക്സിങ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അടിച്ചാൽ മതി, യൂട്യൂബിൽ പോയി അടിച്ചാൽ മതി, ബിറ്റർ ബേവ് ബിവോൾ 2 എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി. അതിൻ്റെ ഹൈലൈറ്റ്സ്, മനോഹരമായ ഹൈലൈറ്റ്സ്, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഹൈലൈറ്റ്സ് പെട്ടെന്ന് കഴിഞ്ഞു പോകും, പക്ഷേ നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നല്ലൊരു ടെക്നിക്കൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈൽ ബോക്സിങ് എന്ന് പറയത്തില്ലേ, അതായത് നമ്മുടെ ഈ മെയ്വെതറിൻ്റെയൊക്കെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് എന്നാണ് എനിക്ക് അമേരിക്കൻ സ്റ്റൈൽ ഓഫ് ബോക്സിങ് പറയുന്നത്. ഇത് റഷ്യൻ റോ എന്ന് പറയത്തില്ലേ, പച്ചയായിട്ടുള്ള ഒരു കലാരൂപം കണ്ട ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത്. സോ കൺഗ്രാജുലേഷൻസ്, താങ്ക് യു ടു ബിവോൾ ആൻഡ് ബിറ്റർ ബേവ് ഫോർ ദീസ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഇനി നിങ്ങളുടെ ഊഴമാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നലെ കൂടി ഇതിനൊരു പ്രചോദനം വന്നത് എങ്ങനെയാണെന്ന് അറിയാം ഈ വീഡിയോയിലുള്ള. ഇന്നലെ കൂടി ഞാൻ നമ്മുടെ MMA UFC 313 നമ്മുടെ അങ്കലേവ് അലക്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അടിയിൽ കമൻറ്റ്, വലിയ ഒരു അംഗം നടക്കാൻ പോവാണ് ബിവോൾ ബിറ്റർ ബേവ്, അപ്പോഴാണ് നിൻ്റെ ഒരു UFC അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പം എനിക്ക് മനസ്സിലായില്ല, എടാ ബിവോൾ ബിറ്റർ ബേവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് കൂടി നമ്മൾ ആദ്യം തന്നെ അത് പണിയങ്ങ് ചെയ്യാമെന്ന് വെച്ചാൽ. കാരണം അത്രയ്ക്ക് ബോക്സിങ് MMA-ക്കുള്ള പോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ, എനിക്ക് തോന്നുന്നു MMA-ക്കാട്ടിലും കൂടുതൽ ആരാധകർ ബോക്സിങ്ങിനായിരിക്കും. കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ബോക്സിങ് റൂട്ട്സ് ഉണ്ട്. MMA ഇപ്പം നല്ല എസ്റ്റാബ്ലിഷായി, പക്ഷേ പണ്ട് മുതലേ ഉണ്ട് ബോക്സിങ്. ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് കൊല്ലത്തൊക്കെ, പിന്നെ അതേപോലെ തന്നെ കാലിക്കട്ട്, വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ട്, ബോക്സിംഗ് ഉണ്ടായിരുന്നു. ബോക്സിംഗ് ആരാധകർ കൂടുതലായിരിക്കണം എന്നാണ്, ഞാൻ കണക്കൊന്നും കൂട്ടിയിട്ടില്ല, കൂടുതലായിരിക്കണം എന്നാണ് എൻ്റെ ഒരു എസ്റ്റിമേറ്റ്. അപ്പോൾ അവർക്ക് വേണ്ടി, പിന്നെ MMA ഫാൻസിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി ഹൈലൈറ്റ്സ് കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.